ഹായ് പറ. ഹായ്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പുണിത്തുറയിലുള്ള ഹിൽ പാലസിലാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, 14 ജില്ലകളെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഓൾ കേരള ട്രിപ്പാണ് നമ്മൾ നടത്തുന്നത്. എന്തായാലും ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് യാത്രാ വിവരണങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട്, കാണുക, സപ്പോർട്ട് ചെയ്യുക. തൃപ്പുണിത്തുറ ഹിൽ പാലസ് ഒത്തിരി കാഴ്ചകളുണ്ട്. ഏകദേശം 54 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഹിൽ പാലസിലെ കാഴ്ചകൾ കണ്ട് തീർക്കാൻ തന്നെ പാടാണ്. അത്രമേൽ കാഴ്ചകൾ ഇതിനകത്തുണ്ട്. ഇതൊരു പുരാവസ്തു മ്യൂസിയമാണ്. പുരാവസ്തുക്കൾ ഒട്ടനവധി നമുക്കിവിടെ കാണാൻ പറ്റും. പണ്ടത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പഴയ വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിൻ്റെ രൂപകൽപ്പനയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പണ്ടത്തെ നിർമ്മിതികൾ എന്തുമാത്രം സുന്ദരമായവയാണെന്ന്. അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ഇതിൻ്റെ സവിശേഷതകൾ കണ്ടെത്താനാകും. എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഈ 54 ഏക്കറിൽ പരന്നു കിടക്കുന്ന കൊട്ടാരത്തിൻ്റെ പരിസരവും വളരെ വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നു. കൊട്ടാരത്തിനകവും അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു 1865 തൃപ്പുണിത്തുറയിൽ പണികഴിപ്പിച്ച ഹിൽ പാലസ്. 54 ഏക്കറിൽ പരന്നു കിടക്കുന്ന കൊട്ടാരത്തിന് ഏകദേശം 49 കെട്ടിടങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത്രയും വലിയ ഏരിയയിൽ ഹിൽ പാലസ്, പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും പൊതുജനങ്ങൾക്കായിട്ട് ഹിൽ പാലസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയാണ് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിലെ ഒട്ടനവധി ചലച്ചിത്രങ്ങളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ ഹിൽ പാലസ്. കൊച്ചി മഹാരാജാവ് ശ്രീ ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറുകയും പിന്നീട് പുരാവസ്തു വകുപ്പിന് കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 1991 മ്യൂസിയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ ഇവിടെ 11 ഗ്യാലറികളുണ്ട്. കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതനമായ ശിലാഫലകങ്ങൾ, ശില്പങ്ങൾ, നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട്. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇതിനകത്ത്. ഒരുപാട് നിന്ന് വായിച്ച് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ കുറേ മാനുകൾ ഇട്ടിട്ടുണ്ട്. മാന് അത് കാണിച്ചു തരാം കേട്ടോ. ഹിൽ പാലസിലെ തന്നെ മറ്റൊരു വെറൈറ്റി കാഴ്ചയാണ് മാൻ പാർക്ക്. അതുപോലെ തന്നെ ഹിൽ പാലസിനകത്തുള്ളതും ഒരുപാട് വെറൈറ്റി കാഴ്ചകളാണ്. ഇവിടെ നമുക്ക് ഒരുപാട് മാനിനെ കാണാൻ പറ്റും. കൂട്ടത്തിൽ നമുക്ക് കിട്ടിയതൊരു കുഞ്ഞു മാനിനെ കാണാൻ പറ്റും കേട്ടോ. കുഞ്ഞു മാൻ. ആട്ടുമ്പേ അടുത്ത് വന്നപ്പോ ആട്ടുമ്പേടാ. പാലസിലെ ഉദ്യാനത്തിൽ മറ്റൊരു അതിഥിയും കാണാൻ പറ്റും, വലിയൊരു ഡൈനോസർ. ഒറ്റ ഫ്രെയിമിൽ കാണിക്കാൻ പറ്റുന്നതല്ല ഹിൽ പാലസിലെ വ്യൂ എന്ന് പറയുന്നത്. വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനും കാണാനും ഉള്ളത്. നമ്മൾ ഹിൽ പാലസിൽ കയറി. ഹിൽ പാലസിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒത്തിരി കാണാനുണ്ട്.
എഴുതിയിരിക്കുന്നത് പോലെ തന്നെ പുരാവസ്തുക്കളും അതുപോലെ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ടത്തെ ഓരോ രീതികൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ പോയാലും കുറച്ച് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്നിട്ട് നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. സമയം എടുത്ത് കണ്ട് മനസ്സിലാക്കി പോകാൻ പറ്റുള്ള സമയമുള്ളവർ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും വലിയ ആൾക്കാർക്കായിരുന്നാലും പ്രയോജനമുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി ഇറങ്ങുകയാണ്. ഇപ്പോൾ 4 മണിയായതുകൊണ്ട് നമ്മളിവിടെ വന്ന് ചോറൊക്കെ കഴിച്ചു. ഇപ്പോൾ 4 മണിയായി. ഇനി നമ്മൾ നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. തൃപ്പൂണിത്തുറയിൽ നിന്ന് കൊച്ചിയിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 14 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് കൊച്ചി. കേരളത്തിലെ ഏറ്റവും വലിയ നഗര സമൂഹമായ കൊച്ചി നഗര സമൂഹത്തിന്റെ ഭാഗവും പ്രധാന തുറമുഖ നഗരങ്ങളിൽ ഒന്നുമാണ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ 6 ലക്ഷത്തിലധികം ജനങ്ങളും മെട്രോ പ്രദേശ പരിധിയിൽ 21 ലക്ഷത്തിലധികവും ജനങ്ങൾ വസിക്കുന്നു. കൊച്ചിയെ കേരളത്തിന്റെ വാണിജ്യ വ്യവസായ തലസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. മധ്യ കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 220 കിലോമീറ്റർ വടക്കാണ് കൊച്ചിയുടെ സ്ഥാനം. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ ഐലൻഡ്, കണ്ണമാലി, ചെല്ലാനം, കുമ്പളങ്ങി എന്നീ പ്രദേശങ്ങളാണ് മുമ്പ് കൊച്ചി എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ന് കൊച്ചി കോർപ്പറേഷനും ചുറ്റിപ്പറ്റിയുള്ള നഗരപ്രദേശവും കൊച്ചി നഗരമായി അറിയപ്പെടുന്നു. എന്നിരുന്നാലും കൊച്ചി എന്ന പേരിൽ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ ദ്വീപ്, പള്ളുരുത്തി, കണ്ണമാലി, ചെല്ലാനം, കുമ്പളങ്ങി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു താലൂക്ക് നിലവിലുണ്ട്. ഇന്നത്തെ എറണാകുളം, തൃശൂർ ജില്ലകളിലെ ഭാഗങ്ങൾ ഉൾക്കൊണ്ട് കൊച്ചി എന്ന പേരിൽ കേരള പിറവിക്ക് മുമ്പ് ഒരു നാട്ടുരാജ്യവും നിലനിന്നിരുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നാവിക താവളവും രാജ്യാന്തര വിമാനത്താവളവും കൊച്ചിയിലുണ്ട്. രാജ്യത്തിന്റെ മറ്റ് പ്രധാന നഗരങ്ങളുമായി ഗതാഗത ബന്ധവുമുണ്ട്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നീ പ്രദേശങ്ങളും കൊച്ചി നഗരത്തിലാണ്. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും കൊച്ചിയെ വിളിച്ചിരുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രമായിരുന്നു കൊച്ചി. അറബിക്കടലിന്റെ തീരത്തുള്ള പ്രകൃതിദത്തമായ തുറമുഖമായിരുന്നു കൊച്ചിയുടെ പ്രശസ്തിക്ക് കാരണം. ഈ തുറമുഖം വഴി അറബികൾ, യഹൂദർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ എന്നിങ്ങനെ ധാരാളം സഞ്ചാര വ്യാപാരികൾ ഇവിടെ കടൽ കടന്നെത്തി. പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ് ആദ്യകാലത്ത് കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത്. കൊച്ചി രാജ്യത്തിന്റെ ആദ്യകാല അടിസ്ഥാനം പെരുമ്പടപ്പ് ഗ്രാമത്തിൽപ്പെട്ട ചിത്രകൂടം കൊട്ടാരത്തിലായിരുന്നു. പ്രകൃതിദത്ത തുറമുഖമായ പ്രദേശം കൊച്ചാഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊച്ചാഴി എന്ന വാക്കിൽ നിന്നാണ് കൊച്ചി എന്ന് പേര് വരുന്നത്. 14ാം ശതാബ്ദം മുതലാണ് കൊച്ചാഴി കൊച്ചിൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. യൂറോപ്പുകാരാണ് ഉച്ചാരണ സൗകര്യത്തിന് അത് കൊച്ചിൻ എന്നാക്കി പരിഷ്കരിച്ചത്. പേരുകൾ മലയാളീകരിക്കുന്നതിന്റെ ഭാഗമായി 1996 സംസ്ഥാന സർക്കാർ കൊച്ചി എന്ന പേര് പുനഃസ്ഥാപിച്ചു. എന്നിരുന്നാലും പല രാജ്യാന്തര വേദികളിലും കൊച്ചിൻ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാലമാണ് കൊച്ചിയിലെ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള വേമ്പനാട്ട് പാലം. 6.62 കിലോമീറ്ററാണ് ഈ പാലത്തിന്റെ നീളം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനോടനുബന്ധിച്ച് വല്ലാർപാടം ദ്വീപും ഇടപ്പള്ളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയിലാണ് ഈ പാലം ഉൾക്കൊള്ളുന്നത്. പാലം ഉൾപ്പെടെ ഈ റെയിൽ പാതയുടെ ആകെ നീളം 8.86 കിലോമീറ്ററാണ്. വല്ലാർപാടത്തു നിന്നും ഈ പാത ആരംഭിക്കുന്നിടത്താണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി ഇന്ത്യയിലെ തന്നെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ്. ചരക്കു ഗതാഗതത്തിനു പുറമെ ലക്ഷദ്വീപ്, കൊളംബോ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ കപ്പലുകളും ഇവിടെ നിന്ന് പുറപ്പെടുന്നു.
കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളും ഉപദ്വീപുകളും ജലഗതാഗതമാണ് പ്രധാന ആശ്രയം. എറണാകുളത്തെ പ്രധാന ബോട്ട് ജെട്ടിയിൽ നിന്നും വെല്ലിംഗ്ടൺ ദ്വീപ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്കും ഹൈക്കോടതി ജെട്ടിയിൽ നിന്നും വൈപ്പിൻകരയിലേക്കും വല്ലാർപാടം, പനമ്പുകാട് തുടങ്ങിയ ദ്വീപുകളിലേക്കും ബോട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാവുന്ന ജങ്കാർ സേവനവും ലഭ്യമാണ്. വിദേശ വിനോദസഞ്ചാരികളെ വഹിക്കുന്ന ഉല്ലാസയാത്രാ കപ്പലുകളുടെ ഒരു പ്രധാന താവളമാണ് കൊച്ചി തുറമുഖം. പായ്ക്കപ്പലുകൾ അടുക്കുവാനും അറ്റകുറ്റപ്പണികളും മറ്റും നിർവഹിക്കുവാനും യാത്രികർക്ക് താമസിക്കുവാനും മറ്റുമുള്ള സൗകര്യങ്ങളോടെ ഒരു മറീനയും ബോൾഗാട്ടി ദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഭാരതത്തിലെ ആദ്യത്തെ മറീനയാണ്. നമ്മൾ കൊട്ടാരത്തിലെ കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നത് കൊച്ചിയിലാണ്. കൊച്ചി ജൂത തെരുവിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ പുറത്തോട്ട് പോയി ജൂത തെരുവിലെ കാഴ്ചകൾ കണ്ട് മടങ്ങി വരാം. കൊച്ചിയിലെ ജൂത തെരുവിൻ്റെ വിസ്മയ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായ ദക്ഷിണേന്ത്യയിലെ കൊച്ചി രാജ്യത്തിലാണ് കൊച്ചി ജൂതന്മാർ താമസമാക്കിയത്. 12ാം നൂറ്റാണ്ടിൽ തന്നെ ടുഡേയിലെ ബെഞ്ചമിൻ ദക്ഷിണേന്ത്യ ജൂതന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 1942 അൽഹാംബ്ര ഡിഗ്രി പ്രകാരം ഐബീരിയയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് സെഫാർഡി ജൂതന്മാരുടെ ഏതാനും കുടുംബങ്ങൾ ഒടുവിൽ 16ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലേക്ക് പോയി. അവർ പരദേശി ജൂതന്മാർ അല്ലെങ്കിൽ വിദേശ ജൂതന്മാർ എന്നറിയപ്പെട്ടു. യൂറോപ്യൻ ജൂതന്മാർ യൂറോപ്പുമായി ചില വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു. അവരുടെ ഭാഷാ വൈദഗ്ധ്യം ഉപയോഗപ്രദമായിരുന്നു. ഇന്ത്യയിൽ അവർ മലബാർ ജൂതന്മാരിൽ നിന്ന് ജൂഡോ മലയാളം പഠിച്ചു. രണ്ട് സമുദായങ്ങളും തങ്ങളുടെ വംശീയവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങൾ നിലനിർത്തി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബാഗ്ദാദികൾ എന്നറിയപ്പെടുന്ന അറബി സംസാരിക്കുന്ന ഏതാനും ജൂതന്മാരും ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇസ്രായേൽ ഒരു രാഷ്ട്രമായി സ്ഥാപിതമാവുകയും ചെയ്ത ശേഷം കൊച്ചിയിലെ ജൂതന്മാരിൽ ഭൂരിഭാഗവും അല്ലിയ ഉണ്ടാക്കി. 1950കളുടെ മധ്യത്തിൽ കേരളത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി. അതിന് വിപരീതമായി മിക്ക പരദേശി ജൂതന്മാരും ഓസ്ട്രേലിയയിലേക്കും മറ്റ് കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്കും കുടിയേറാൻ ഇഷ്ടപ്പെട്ടു. അവരുടെ സിനഗോഗുകളിൽ ഭൂരിഭാഗവും ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ട്. ചിലത് വിൽക്കുകയോ മറ്റ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുകയോ ചെയ്യുന്നു. 20ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ നിലനിന്നിരുന്ന 8 സിനഗോഗുകളിൽ പരദേശി സിനഗോഗിൽ മാത്രമാണ് ഇപ്പോഴും ഒരു സാധാരണ സഭയുള്ളത്. ഇന്നത് ഒരു ചരിത്ര സ്ഥലമായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഈ ജൂത തെരുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റോഡിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു സ്ട്രീറ്റിലേക്ക് കയറുകയാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. രണ്ട് സൈഡിലും നിറയെ കടകളും അതുപോലെ തന്നെ ഈ കാണുന്ന രീതിയിലുള്ള ഷോപ്പുകളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഈ പുരാവസ്തുക്കൾ, വിളക്കുകൾ, അതുപോലെ തന്നെ ഫോറിനേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, മെറ്റലിലും അതുപോലെ തന്നെ കല്ലിലുമൊക്കെ തീർത്ത ശില്പങ്ങൾ, പിന്നെ ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത്. ഇപ്പോൾ വേറെ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കെട്ടിടങ്ങളുടെ നിർമ്മിതിയും അതുപോലെ തന്നെ കടകളുടെ വിൽപ്പന വസ്തുക്കളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തൊരു വ്യത്യസ്തതയാണെന്ന്. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ആ ഒരു ആംബിയൻസ് ആണ്. കെട്ടിടങ്ങളുടെ കളറിങ്ങും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ നിർമ്മിതിയിലും എന്തോ നല്ല രീതിയിലുള്ള വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനഗോഗും കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ വഴി നടന്ന് അങ്ങോട്ട് പോവാം. വളരെ വ്യത്യസ്തത നിറഞ്ഞ കാഴ്ചകളാണ് ഈ തെരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. Hi or hi. Hello. Hi. Hi.
വളരെ വ്യത്യസ്ത രീതിയിലുള്ള കെട്ടിടങ്ങൾ, അതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ള കടകൾ, വ്യത്യസ്ത ഇനം സാധനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സും ടൂറിസ്റ്റുകളും സഞ്ചാരികളൊക്കെ ഉള്ള ഒരു വഴി. നമുക്ക് നേരെ പോയിട്ട് ആ സിനഗോഗിലെ കാഴ്ചകൾ കൂടെ കണ്ടിട്ട് തിരികെ വരാം. പള്ളി ഇന്ന് ക്ലോസ്ഡാണ്. വലിയ ആൾക്കാർക്ക് 10 രൂപയും കൊച്ചു കുട്ടികൾക്ക് 5 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇപ്പോൾ ജൂത തെരുവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പള്ളിക്കകം കാണാനുള്ള നിവൃത്തിയില്ല. ജൂത തെരുവിൽ തന്നെ ബാക്കി കാഴ്ചകൾ കാണുന്നത് നമുക്ക് വണ്ടിയിലേക്ക് പോകാം കേട്ടോ. ജൂത തെരുവിലെ കാഴ്ചകളെ കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഫോർട്ട് കൊച്ചിക്കാണ്. ഇവിടെ അടുത്താണ്, ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്കവാറും റൂമിലേക്കായിരിക്കും. കാരണം ഇന്ന് കുറച്ച് ഓട്ടം കൂടുതലാണ്. 2-3 ദിവസമായിട്ട് നമുക്ക് നല്ല ഓട്ടമുണ്ട്. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓട്ടം കൂടുതലാണ്. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. ഇന്ന് ചാലക്കുടിയിലാണ് റൂം. നമുക്ക് ബീച്ചിലേക്ക് പോകാം, ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക്. ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി ബീച്ചിലോട്ട് ഇറങ്ങണം. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു മതിലുണ്ട്. ഇതിനകത്തുള്ള കാഴ്ചയാണ് ചേട്ടാ. പണ്ടത്തെ ശ്മശാനം. നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ വേറൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ പള്ളി, പിന്നെ ബീച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു എന്താണ് മറൈൻ ഡ്രൈവിലൂടെ ഉള്ള കാഴ്ചകൾ, വാട്ടർ മെട്രോ, ഇതൊക്കെ നമ്മൾ വേറൊരു ജങ്കാർ യാത്ര, ഇതൊക്കെ ഒരു വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിലോട്ടൊന്നും പോവാതെ ലാസ്റ്റ് എൻഡിങ് നമ്മൾ ബീച്ചിൽ എൻഡ് ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ വരണം. നമ്മൾ ചായ കുടിച്ചു. ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ചായ കുടിച്ചു. ഇനി ബീച്ചിലോട്ട് ഇറങ്ങണം. പുറകിൽ വലിയൊരു മരം നിൽപ്പുണ്ട്. അടിപൊളിയല്ലേ കാണാല്ലേ. ഓക്കെ, നമ്മൾ ഇനി ബീച്ചിലോട്ടൊന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം നമുക്ക് മിക്കവാറും ഇനി സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നിനി വേറെ ഒന്നിനുള്ള സമയം കിട്ടത്തില്ല. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് ആയിരിക്കും പോകും. നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയിട്ടുണ്ട്. കടൽ തങ്ങി വരെ കയറി കിടക്കുന്നു. ഞാൻ ഇന്നാൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും കടൽ കയറിയിട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെ മണലാണ് എന്തോ കാണുക, കുറേ കൂടെ അങ്ങാണ് കിടന്നത്. ഇപ്പം നല്ല ഈ കടലിങ് കയറിയിട്ടുണ്ട്.
കടല് കടലെവിടെ കടല് ഒമ്പോ അമ്പോ കടല് വെള്ളം മീന് കപ്പല് കല്ല് പാറ സൂര്യൻ ആകാശം കൊച്ചി കൊച്ചി അതേ ചെറുതിരി കുട്ടികളെയൊക്കെ 150 കുട്ടികൾക്കുള്ള അല്ലതല്ല അല്ലാതെ നല്ല ഐറ്റം ഒറിജിനൽ നല്ല ഒറിജിനൽ ബാമ്പു ആണ്. നല്ല ട്യൂൺ ചെയ്താണ് ഉണ്ടാക്കുന്നത്. കർണാടിക് ഫ്രൂട്ടാ കർണാടിക് ഫ്രൂട്ടാ അതെ അതെ കർണാടിക്ക 6 holes 300. ഓക്കെ, നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ വെച്ചിനിപ്പോൾ നിർത്തുകയാണ് നമ്മുടെ എപ്പിസോഡ്. 6:30 ആയിട്ടുണ്ട്. ദൂരെ അവിടെ അവിടെ ചീനവരാണ്. പിന്നെ നല്ല തിരക്കുണ്ട്. ഇന്നാൾ ഞാൻ വന്ന പോലെ അല്ല, ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഇന്നാളത്തെ എപ്പിസോഡിൽ വളരെ തിരക്കുറവായിരുന്നു. ഉച്ചയ്ക്കാണ് ഞാൻ വന്നത്. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. അന്ന് വന്നപ്പോൾ ഇത്ര തിരക്കിലായിരുന്നു. ഇന്ന് നല്ല തിരക്കുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം നടന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് പോയതിന് ശേഷം നമ്മൾ ചാലക്കുടിയാണ് പോകുന്നത്. ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും പോയതിന് ശേഷം നേരെ റൂമിലോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നേരെ റൂമിലേക്ക്. ഇന്നത്തെ എറണാകുളം ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മൾ രാവിലെ അങ്ങറ്റത്തുള്ള 2 സ്ഥലവും ഇങ്ങറ്റത്തുള്ള, അതായത് ഫോർട്ട് കൊച്ചി സൈഡ്, ബാക്കി ജൂതത്തെരുവ് സ്ഥലങ്ങളും രാവിലെ പൂതത്തങ്ങട്ട് തൂക്കുപാലം പോയി. പിന്നെ കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു, നല്ല ഓട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ജൂതത്തെരുവ്, അതുപോലെ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച്, ഇതൊക്കെ കവർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ചാലക്കുടി റൂമിലേക്കാണ്. നാളെ തൃശ്ശൂർ ജില്ലയിലായിരിക്കും നമ്മുടെ കറങ്ങുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ചാലക്കുടിയിലേക്കാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ റൂട്ട് മാപ്പ് നോക്കിയിട്ടാണ് നമ്മുടെ ഇതുവരെയുള്ള യാത്ര. ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ജങ്കാർ വഴിയാണ് ഇന്ന് പോകാനുള്ളത്. അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമല്ല. ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ജങ്കാർ വഴിയുള്ള യാത്രയാണ് കാണുന്നത്. വേറെ റൂട്ട് നോക്കിയിട്ട് കണ്ടില്ല. എന്തായാലും ജങ്കാറിലുള്ള യാത്ര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കഴിഞ്ഞൊരു എപ്പിസോഡ് കൊച്ചിയിൽ തേരാപ്പാര എന്നുള്ള ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ് തുടങ്ങിയ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി. അന്ന് നമ്മൾ വാട്ടർ മെട്രോ അതുപോലെ തന്നെ ജങ്കാർ യാത്രയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാറോട് കൂടി, അന്ന് ഞാൻ മാത്രമാണ് പോയത്, ഇന്ന് കാറോട് കൂടി ജങ്കാറിൽ കയറിയിട്ട് നമ്മൾ അപ്പുറത്തെ കരയിലേക്ക് പോകാൻ പോവാണ്.
നമുക്ക് ജങ്കാർ യാത്രയാണ് കിട്ടിയില്ല. മറ്റേ റൂട്ട് വന്ന റൂട്ട് കാണിക്കുന്നില്ല, ഇപ്പോൾ ജങ്കാറാണ്. അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ജങ്കാർ കാണിച്ചു. ജങ്കാറിൽ 65 രൂപയാണ്. 65 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കയറ്റിയിട്ടിട്ടുണ്ട്. ഒരുപാട് വണ്ടികളകത്ത് കിടപ്പുണ്ട്. അമ്മയൊക്കെ പേടിയിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ജങ്കാർ ഇപ്പോൾ എടുക്കും വണ്ടി. ആളൊന്നിന് 3 രൂപയും നമ്മുടെ വണ്ടിക്ക് 65 രൂപയാണ് റേറ്റ്. ജങ്കാർ ഇവിടെ നിന്ന് അപ്പുറത്തോട്ടാക്കുന്നതിന് ലോറിയും കാറൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആളിന് 3 രൂപയാണ് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഫോർട്ട് വെച്ച് നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ദൂരെ കപ്പലൊക്കെ കിടപ്പുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജങ്കാർ ഇനിയിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും, അപ്പുറത്തേക്ക് പോവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജങ്കാർ നീങ്ങി തുടങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ, പൊക്കാണ്ടിരിക്കുകയാണ്. ഓൾ കേരള ട്രിപ്പിൻ്റെ എറണാകുളം ജില്ലയിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും അറിയിക്കുക. നാളെ തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിലുപരി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ എത്തുന്നതായിരിക്കും 7 മണിക്ക്. മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. ബൈ. ഞാൻ ഇന്നാൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും കടൽ കയറിയിട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെ മണലാണ് എന്തോ കാണുന്നത്, കുറേ കൂടെ അങ്ങാണ് കിടന്നത്. ഇപ്പം നല്ല ഈ കടലിങ് കയറിയിട്ടുണ്ട്. ഇന്ന് ഐസ്ക്രീം വാങ്ങിച്ചു തരൂ. എന്നാണ് ഐസ്ക്രീം വാങ്ങിച്ച് തരാത്തത്? എന്നാണ് ഐസ്ക്രീമാ? ഇന്നാണ് ആലപ്പുഴ പോയപ്പോ ഐസ്ക്രീം വാങ്ങിച്ചു തന്നേ. വേറെ ഇവിടെ പോയപ്പോ വാങ്ങിച്ചു തന്നു. ചോദിച്ചില്ല, ഇതൊന്നും ഇടല്ലേ, ഞാൻ വെറുതെ